അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സൂറ അൽ ഇഖ്ലാസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, ഇഖ്ലാസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഈ പേര് സൂറത്തിന് നൽകാൻ കാരണമെന്ത്? ഉത്തരം, ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ നിഷ്കളങ്കമാക്കുക എന്നാണ് അർത്ഥം. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തെ ഷിർക്കിൽ നിന്നും മറ്റ് കലർപ്പുകളിൽ നിന്നും ശുദ്ധീകരിച്ച് നൽകുന്നതിനാലാണ് ഈ പേര് വന്നത്. അസ്വമദ് എന്ന പദത്തിൻ്റെ ആഴത്തിലുള്ള അർത്ഥം എന്താണ്? ഉത്തരം, എല്ലാവരും എന്തിനു വേണ്ടിയും ആശ്രയിക്കുന്നവനെന്നും എന്നാൽ ആരെയും ഒന്നിനും ആശ്രയിക്കാത്തവൻ എന്നുമാണ് ഇതിൻ്റെ പ്രധാന അർത്ഥം. അടുത്ത ചോദ്യം, അഹദ്, വാഹിദ് എന്നീ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉത്തരം, വാഹിദ് എന്നാൽ എണ്ണത്തിൽ ഒന്ന്, ഒന്നാമൻ എന്നാണ്. എന്നാൽ അഹദ് എന്നാൽ സമാനതകളില്ലാത്തവൻ, വിഭജിക്കാൻ കഴിയാത്ത ഏകൻ എന്നാണ് അർത്ഥം. അള്ളാഹുവിന് മാത്രമാണ് ഈ പദം ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, കുഫുവൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? തുല്യൻ, സദൃശൻ അല്ലെങ്കിൽ സമൻ എന്നാണ് അർത്ഥം. അള്ളാഹുവിന് തുല്യനായി ആരുമില്ലെന്ന് ഈ സൂറത്തിൽ പ്രഖ്യാപിക്കുന്നു. അടുത്ത ചോദ്യം, ഈ സൂറത്തിൽ അള്ളാഹുവിൻ്റെ എത്ര നാമങ്ങൾ പരാമർശിക്കുന്നുണ്ട്? രണ്ട് നാമങ്ങളാണ്. യഥാർത്ഥത്തിൽ രണ്ട് നാമങ്ങളാണ്. അള്ളാഹു അസ്വമദ്. അഹദ് എന്നത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് അള്ളാഹുവിൻ്റെ വിശേഷണമായിട്ടാണ് ഈ സൂറത്തിൽ വരുന്നത്. അടുത്ത ചോദ്യം, അസ്വമദ് എന്ന നാമം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഒരു തവണ മാത്രമാണ് ഈ നാമം വന്നിട്ടുള്ളത്. ഒരാൾ ഈ സൂറത്തിനെ അമിതമായി സ്നേഹിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ സ്നേഹം അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അടുത്ത ചോദ്യം, ബഹുദൈവ വിശ്വാസത്തിൻ്റെ എല്ലാ വേരുകളെയും ഈ സൂറത്ത് എങ്ങനെയാണ് അറുത്തുമാറ്റുന്നത്? ശരി ഉത്തരം, അള്ളാഹുവിന് മാതാപിതാക്കളോ മക്കളോ തുല്യരോ ഇല്ലെന്ന് വ്യക്തമാക്കുന്നതിലൂടെ ആരാധന അള്ളാഹുവിന് മാത്രമാണെന്ന് ഇത് ഉറപ്പിക്കുന്നു. അല്ലാഹു അഹദ് എന്ന് പറയാതെ ഹുവല്ലാഹു അഹദ് എന്ന് പറയാൻ കാരണമെന്ത്? ഹുവ, അവൻ എന്ന സർവനാമം ഉപയോഗിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്വത്തെയും ആ സാന്നിധ്യത്തെയും ഉറപ്പിച്ചു പറയാനാണ്. ഹുവല്ലാഹു അഹദ്.